Hi viewers, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വ്ലോഗുമായിട്ടാണ്. റിയാദിൽ നിന്ന് 107 കിലോമീറ്റർ ദൂരമുള്ള ഒരു ഡെസേർട്ടിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇത് എഡ്ജ് ഓഫ് ദ വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലേക്ക് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. കാരണം അതുപോലെ ഒരു കാണാനായിട്ട് അത്രയ്ക്കും സുന്ദരമായിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. ഓഫ് റോഡ് ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു യാത്ര. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് വെളുപ്പിന് 3:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇറങ്ങിയപ്പം വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. എല്ലാവരും ആ ഒരു ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നു. ഇത് ഓഫ് റോഡ് ഡ്രൈവിംഗ് തന്നെ 1 മണിക്കൂറുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഓഫ് റോഡ് ഡ്രൈവിങ്ങിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു നല്ല കാഴ്ചയാണ്. ഇവിടെ പലരും വരുന്നത് തന്നെ ഈ സൂര്യൻ ഉദിക്കുന്നതും സൂര്യാസ്തമയവും ഒക്കെ കാണാനായിട്ടാണ്. അപ്പം ഞങ്ങൾ ഇതിന് മുൻപ് വന്നപ്പം ഞങ്ങൾക്ക് സൂര്യാസ്തമയമായിരുന്നു കാണാൻ പറ്റിയത്. അത് ഈവനിങ്ങിലായിരുന്നു വന്നത്. ഇന്ന് ഞങ്ങൾക്ക് ഈ വേറിട്ട കാഴ്ചയാണ് കാണാനായിട്ട് പറ്റിയത്. സൂര്യൻ ഉദിച്ചു വരുന്ന ഈ ഭംഗിയുള്ളൊരു കാഴ്ച. അപ്പം ഇനി മുൻപോട്ട് പോയി ബാക്കിയുള്ള കാഴ്ചകളും കൂടി കാണാം. സാധാരണ കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെ ആ എഡ്ജ് വരെ പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെന്തായാലും ഞങ്ങൾ ഒരു ചലഞ്ച് പോലെ ഇവരെയൊക്കെ ആയിട്ടാണ് പോരുന്നത്. ഇവർക്കും ഇതിൻ്റെ ഒരു എഡ്ജ് വരെ കയറണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള ഒരു യാത്രയിൽ എന്ന് പറയുമ്പോഴത്തേക്കും റിയാദിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഒരു ഏകദേശം 3 മണിക്കൂറോളമൊക്കെ എടുക്കും. അപ്പം കുറച്ച് ദൂരെ നിന്നൊക്കെ വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളവും അതുപോലെയൊക്കെ ഇതൊക്കെ കരുതിയിട്ട് വേണം വരാനായിട്ട്. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊക്കെ ഒരു യാത്രയ്ക്ക് വരുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം 4 വീൽ ഡ്രൈവുള്ള വാഹനങ്ങൾ കൊണ്ടുവരുന്നതാണ് നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൂടെ ഈ ഒരു വഴികളിൽ കൂടെയൊക്കെ വണ്ടി ഓടിച്ച് വരുന്നത് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്താലും കുറച്ച് മുൻപോട്ട് നടക്കാനുണ്ട്. ഒരു 10 മിനിറ്റോളം എന്ന് പറഞ്ഞ പോലെ മുൻപോട്ട് നടന്നു വേണം പോകാനായിട്ട് ആ എഡ്ജിലേക്ക്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നടക്കുകയാണിപ്പോൾ. നല്ല ഭംഗിയാണ് ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല. അതാണ് ആ ഒരു പോയിന്റിൽ നമ്മൾ കയറി നിന്ന് ചുറ്റോട് ചുറ്റും നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് കണ്ടോ വേറെ ഒന്നും കാണാനായിട്ടില്ല. ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു കാഴ്ചകൾ മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങോട്ട് കടക്കുമ്പോൾ ഒരു ചെറിയൊരു പേടി തോന്നും കേട്ടോ. കാരണം ഒരു ഇടുക്ക് വഴി കൂടിയാണ് നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോകുന്നത്. പിന്നീട് ഒരു ഇറക്കമാണ് താഴോട്ട് ഇറങ്ങി പോകാനുള്ളത്. പിന്നെ വീണ്ടും അതിന് മുകളിലേക്കുള്ളൊരു കയറ്റം. അങ്ങനെയുള്ള ഒരു യാത്രയാണിത്. അപ്പം പിള്ളേരുമായിട്ട് ഇവിടെ ഇരിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇവന്മാർ സമ്മതിക്കുന്നില്ല. ഇവന്മാർക്കും അങ്ങ് അറ്റം വരെ ചെല്ലണം എന്ന് പറഞ്ഞ് ഇവന്മാർ ബഹളമാണ്. അപ്പം ഞങ്ങളും ആ കൂടെ തന്നെ പോവുകയാണ് താഴോട്ട്. അപ്പോൾ കണ്ടോ, ഈ കാണുന്നതാണ് നമ്മൾ പറയുന്ന എഡ്ജ് ഓഫ് ദ വേൾഡിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. മോർണിംഗിൽ 6:30 ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ ചൂടൊന്നും ആയിട്ടില്ല. നമുക്ക് ആ ഒരു നടക്കുന്നതിനാണേലും ഒരു ക്ഷീണം തോന്നില്ല. അതേ സമയത്ത് നമ്മൾ കുറച്ചുകൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ടയേർഡായി പോകും. കാരണം വെയിൽ കൊണ്ട് ഈ നടപ്പ് നടക്കുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ടയേർഡാവും. അപ്പം ഞങ്ങൾ ഈ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ ടോപ്പ് പോയിന്റിൽ നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഡെസേർട്ട് ഭംഗി ആസ്വദിക്കാനായിട്ട് നല്ലതാണ്. എങ്കിൽ പോലും ഒരല്പം ഡേഞ്ചറസ് ആണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര കാറ്റുമാണ്. നമ്മളിങ്ങനെ ഇതുപോലെയുള്ള ഒരു ടോപ്പ് പ്ലേസിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം പൊതുവേ കുറച്ച് കൂടുതൽ കാറ്റായിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിലും നല്ല കാറ്റാണ്. ഇപ്പോൾ ഇത്രയും രാവിലെ ആയിട്ട് പോലും ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചുറ്റോട് ചുറ്റും ഞങ്ങൾ ഈ കാഴ്ചയ്ക്ക് ഒന്ന് കണ്ടു. 2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് പിള്ളേരെയും കൊണ്ട് ഇവിടെ ഒരുപാട് നേരം നിൽക്കുന്നത് അത്ര നല്ല കാര്യമല്ല. എന്തായാലും ആഗ്രഹം പോലെ തന്നെ ഈ ടോപ്പിൽ വന്ന് ഒന്ന് ചുറ്റോട് ചുറ്റുമുള്ള ആ ഒരു ഡെസേർട്ടിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങുകയാണ്. പിന്നെ ഇങ്ങോട്ടുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് എപ്പോഴും തന്നെ വരുന്നത് ഒരു റിസ്ക്കാണ്. നമ്മൾ തന്നെ വരാതെ ഫ്രണ്ട്സുമായിട്ട് വരുന്നതാണ് നല്ലത്. കാരണം ഓഫ് റോഡ് ഡ്രൈവിംഗ് ഞാൻ പറഞ്ഞായിരുന്നു 1 മണിക്കൂർ നേരം ഉണ്ടെന്ന്. അപ്പോൾ ആ സമയത്ത് അത് വിജനമായ പാതയാണ്.
ഇപ്പോൾ ഒരു 7:30 ആയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മൾ വന്ന സമയത്തെന്ന് പറഞ്ഞാൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, 1-2 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലിയെയും കൂടി ഈ സമയത്തൊന്ന് പരിചയപ്പെടാം. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു യൂട്യൂബറും കൂടി ഉണ്ട്. അത് ഞങ്ങളുടെ നെയ്ബറായ ജിബിചേട്ടനും വൈഫുമാണ്. അപ്പോൾ അവരും കൂടെ ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഷിബിചേട്ടൻ. അപ്പോൾ ഷിബിചേട്ടനാണ് ഞങ്ങളെ യാത്രയിൽ കൂടെ കൊണ്ടുവന്ന് ഞങ്ങളെ ഇതൊക്കെ കാണിക്കാനായിട്ടുള്ള ഇൻസ്പിറേഷൻ തന്നത് ഈ ഷിബിചേട്ടനാണ്. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാം ഈ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് തന്നെ പറയട്ടെ. അപ്പോൾ ജിബിചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ യാത്ര? വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു എഡ്ജ് ഓഫ് ദി വേൾഡ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും അത് ശരിക്കും അനുഭവിച്ചറിയേണ്ട ഒരു യാത്ര തന്നെയാണ് എഡ്ജ് ഓഫ് ദി വേൾഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിയാദിലെ പ്രശസ്ത ഒരു പാചക ഗ്രൂപ്പായ സോണിയ കിച്ചൻ്റെ സോണിയയും മെൽവിനും ഒത്താണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര വളരെ മനോഹരമായിരുന്നു. ഒപ്പം ഞങ്ങളുടെ ഗൈഡായിരുന്ന ഷിപ്പും ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സ്ഥലമെല്ലാം കണ്ടുപിടിക്കുവാനും എവിടെയെല്ലാം എങ്ങനെയെല്ലാം പോകണമെന്നും എല്ലാം വളരെ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. തിരിച്ചും അദ്ദേഹം ഞങ്ങളെ അപ്പോൾ ജിബിചേട്ടൻ ഒരു ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ ഫാമിലിയോട് കൂടി മിക്ക വീക്കെൻഡിലും പുറത്തൊക്കെ പോയി ഒരുപാട് ബ്ലോഗുകൾ ചെയ്തിട്ടുണ്ട്. ജിബി ജോർജ് എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ റിയാദിലുള്ള ഫ്രണ്ട്സിനൊക്കെ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ജിബിചേട്ടൻ്റെ ചാനൽ സെർച്ച് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കയറി പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ് ഇവിടുന്ന്. അപ്പം പോകുന്ന വഴിയിൽ ഒരു ഫാമൊക്കെ കണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പം. അപ്പോൾ അവിടെ കയറണമെന്ന് വിചാരിച്ചാണ് ഇവിടുന്ന് പോകുന്നത് ഇപ്പോൾ. പിന്നെ മുൻപോട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും കൂടി കാണാം. അപ്പം നമ്മൾ ഫാം കാണാനായിട്ട് ആഗ്രഹിച്ചായിരുന്നു അവിടുന്ന് പോകുന്നത്. അടവൻകുട്ടനാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു ഫാം കാണണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ ഒരു നിലമ്പൂരുകാരനായ ഒരു ചേട്ടനെ കാണാനിടയായി. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളെ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഫാമിലേക്ക് കാണിക്കാനായിട്ട് കൂട്ടിക്കൊണ്ടും വന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ ഡേറ്റ്സ് ഫാം എന്ന് പറയുന്നത് ഇപ്പം ഈ ഡേറ്റ്സിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവർ ആ പറിച്ചെടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. ഡേറ്റ്സിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല വിളഞ്ഞു കിടക്കുന്ന ഈന്തപ്പഴങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ. നമുക്ക് ഈ ചേട്ടൻ കുറച്ച് ഈന്തപ്പഴമൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഒട്ടകത്തെ മേയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോഴത്തേക്കും പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി കേട്ടോ. ഇപ്പം അവർ ആ ക്യാമൽ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഡിസേർട്ടിലേക്ക് പോകുന്നതേ അവർ ഈ ക്യാമലിനെ കാണണം എന്നാണ് പറയാറുള്ളത്. അപ്പം അവർ ഈ ക്യാമലിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവർക്ക് അതിൻ്റെ അടുത്തോട്ട് പോകണം. ഈ ഒട്ടകത്തെ മേയിച്ചുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയാണെങ്കിലും നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളി നമുക്ക് കണ്ട് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യമൊക്കെ പുള്ളി ആക്കി തന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം ആ പുള്ളി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. തൻ്റെ യജമാനൻ പറയുന്നതനുസരിച്ച് നല്ല അനുസരണയോടുകൂടി നിൽക്കുന്ന ഒരു ഒട്ടകത്തെ കണ്ടോ. ഇവരുടെ എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അതിനെ തൊടാനും തലോടാനും പിടിക്കാനും ഒക്കെ നിന്ന് കൊടുക്കുകയാണ്. പക്ഷെ എല്ലാ ഒട്ടകവും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. ചിലത് നല്ല നമ്മളെ ചവിട്ടുകയും കടിക്കാനൊക്കെ വരും. പക്ഷെ ഇത് നല്ല ശാന്തമായിട്ടുള്ള ഒരു ഒട്ടകമാണ്. ഇന്നത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു. നല്ല ഡിസേർട്ട്, ഫാം, ക്യാമല്, അങ്ങനെ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കണ്ണു നിറയെ കണ്ടിന്ന്. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.